ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ടു ലൈഫ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്റർ എടുക്കാനാണ്. നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ കാണാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ക്ലാസ്സിൻ്റെ വീഡിയോയും ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണാം കേട്ടോ. ഇനി കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ പാഠം മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് തൊട്ട് കാണണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷൻ വരെയാണ്. അവിടെ നിന്നാണ് ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോറോഫിലിനെ പറ്റി പറഞ്ഞു. അത് ഫോട്ടോസിന്തസിസ് പഠിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലോറോഫിലിനെ പറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അത് പറഞ്ഞു. ആൻഡ് ദെൻ ഇന്നത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോട്ടോസിന്തസിസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫോട്ടോസിന്തസിസിനെ നമ്മൾ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ലൈറ്റ് ഫേസും ഉണ്ട്, ഡാർക്ക് ഫേസും ഉണ്ട്. ഗോട്ട് ഇറ്റ്? ലൈറ്റ് ഫേസും ഉണ്ട് ആൻഡ് ഡാർക്ക് ഫേസും ഉണ്ട്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ അവൈലബിൾ ആണ്. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇലിസ്ട്രേഷൻ 1.9 എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 18 ഒരു പിക്ചർ ഉണ്ട്. അത് നോക്കി ഇങ്ങനെ മനസ്സിലാവും. ഒരു സൈഡിൽ നല്ല ഒരു ബ്രൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഒരു ഡാർക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അത് ലൈറ്റ് ഫേസിൽ ഒരു ലൈറ്റ് കളറും ഡാർക്ക് ഫേസിൽ ഒരു ഡാർക്ക് കളറും. അതായത് നമ്മൾ അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ പിക്ചറിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലിയർ ആവും. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺലൈറ്റ് ആണ് ഇവിടെ നമ്മളുടെ ഈ ഒരു സംഭവം, അതായത് നമ്മളെ ലൈറ്റ് ഫേസ് തുടങ്ങാനായിട്ട് സഹായിക്കുന്നത് സൺലൈറ്റ് ആണ്. ഫോട്ടോസിന്തസിസിൻ്റെ ഒരു പ്രക്രിയ തന്നെയാണ് ഇവിടെ ഫോട്ടോസിന്തസിസിൻ്റെ പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു സൺലൈറ്റ് എന്ത് ചെയ്യാണ്, വരികയാണ്. ഈ ക്ലോറോഫിൽ എന്ന് പറയുന്ന സംഭവം ഈ സൺലൈറ്റിനെ ആഗിരണം ചെയ്തെടുക്കുകയാണ്. ക്ലോറോഫിൽ എന്ന് പറയുന്ന സംഭവം നമ്മളുടെ സൺലൈറ്റിനെ ആഗിരണം ചെയ്തെടുത്ത് ആ സൺലൈറ്റ് നമ്മളുടെ ഗ്രാനയിലേക്ക് വന്ന് അവിടെ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ക്ലോറോഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ നിന്നും നമ്മൾ സൺലൈറ്റ് എവിടേക്കാണ് വരുന്നത്, ഗ്രാനയിലേക്കാണ് വരുന്നത്. ഗ്രാന ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് വരുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എന്താണ് ഇനി നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓക്സിജനെ പുറത്തേക്ക് വിടുകയാണ്. ഓക്കെ, ഇവിടെ ഓക്സിജനെ പുറത്തേക്ക് വിടുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത മെയിൻ കണ്ടന്റ് ആണ് ഹൈഡ്രജൻ അയൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഹൈഡ്രജൻ അയൺ അതായത് ഈ ഹൈഡ്രജൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹൈഡ്രജൻ APT വഴി, അതായത് ഒരു എനർജി വഴി എവിടേക്ക് പോവാണ്, നമ്മൾ ഡാർക്ക് ഫേസിലേക്ക് പോവാണ്. APT വഴി അഥവാ എനർജി വഴി നമ്മുടെ ഡാർക്ക് ഫേസ് ആണ്. അവിടെ തന്നെയുള്ള സ്ട്രോമയിലേക്ക് കടക്കുകയാണ്. എവിടേക്കാണ് പോകുന്നത്, സ്ട്രോമയിലേക്ക് കടക്കുകയാണ്. അതെല്ലാം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രം ചെയ്യണുള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെല്ലാം കാണിച്ചു തരണം, എനിക്കിവിടെ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ഞാൻ പിക്ചർ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നത്, നമ്മളുടെ ഈ ഒരു ഡാർക്ക് ഫേസ് എവിടേക്കാണ് പോകുന്നത്, ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത് ഈ എനർജി, ഹൈഡ്രജൻ്റെ എനർജി എവിടേക്കാണ് പോകുന്നത്, സ്ട്രോമയിലേക്കാണ് പോകുന്നത്. ആൻഡ് ദെൻ നമ്മളുടെ ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, H2 ഉണ്ടല്ലോ, അത് നമ്മളുടെ അവിടെയുള്ള കാർബൺ ഡയോക്സൈഡ് കൂടി അവ രണ്ടും കൂടി കൂടിയിട്ട് അവിടെ എന്തുണ്ടാവുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. അതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. കാർബൺ ഡയോക്സൈഡ് ഓൾറെഡി അവിടെ ഉണ്ടാവും. അത് കൂടാതെ നമ്മളുടെ എവിടെ നിന്നും ലൈറ്റ് ഫേസിൽ നിന്നും ഹൈഡ്രജനും വന്നു. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അവിടെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാൽവിൻ കാൾവിനെ പറ്റിയിട്ടാണ്. അയാൾ ആരാന്നറിയോ? നമ്മൾ
ഫേസിനെ പറ്റിയിട്ടും അതിനെ ഓരോ ഘട്ടങ്ങളാക്കിയതിനെ പറ്റിയിട്ടും എങ്ങനെയാണത് ഗ്ലൂക്കോസായി മാറിയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമ്മളുടെ ഈ ഡാർക്ക് ഫേസിൻ്റെ ഓരോ ഘട്ടങ്ങൾ കണ്ടുപിടിച്ച ആളാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആൾ. ഓക്കെ, മാൽവിൻ കാൽവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരാൾ. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്, നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഇത് വാട്ടറിൽ നിൽക്കില്ല, അത് ലയിച്ചു പോകും. എന്ത് ചെയ്യും? ലയിച്ചു പോകും. അപ്പം നമ്മളിതിനെ എവിടെ സ്റ്റോർ ചെയ്യുന്നറിയോ? സ്റ്റാർച്ചിൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഗ്ലൂക്കോസ് വാട്ടറിൽ ലയിച്ചു പോകുന്നത് കാരണം കൊണ്ട് നമ്മൾ സ്റ്റാർച്ചിൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്തുകൊണ്ടാണ് നമ്മളുടെ ഗ്ലൂക്കോസിനെ നമ്മൾ സ്റ്റാർച്ചിൽ സേവ് ചെയ്ത് വെക്കാനുള്ള, സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കാരണം? വാട്ടറിൽ അത് വെക്കാൻ പറ്റില്ല, അത് ലയിച്ച് പോകും. ഗോട്ട് ഇറ്റ്? ഇനി നമ്മൾ അതിൻ്റെ ഓരോ സെക്ഷൻസ് ആണ് പറയുന്നത്. ഫോട്ടോസിന്തസിസിലൂടെ തന്നെ നമ്മൾ അത് നമ്മൾ എന്ത് ചെയ്തു? ഗ്ലൂക്കോസ് ആക്കി മാറ്റി. അതിനെ നമ്മൾ ഗ്ലൂക്കോസ് വാട്ടറിൽ ലയിക്കുന്ന കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഗ്ലൂക്കോസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർച്ചിൽ വെച്ചു. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഇനിയും കുറേ പ്രോട്ടീൻസ്, അത് പ്രോട്ടീൻസ് ആവും, ഫാറ്റ്സ് ആവും, ആൻഡ് ദെൻ ഫ്രക്ടോസ് ആവും, പിന്നെ സുക്രോസ് ആവും, ആൻഡ് ലിപ്പിഡ്സ് ആവും. അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് എവിടേക്ക് എത്തുന്നത്? നമ്മളിലേക്ക് എത്തുന്നത്. ആൻഡ് ദെൻ നമ്മൾ ഇനി പറയാൻ പോകുന്നത് വേരിയസ് ന്യൂട്രിയൻസ് ഫോർ ഗ്ലൂക്കോസ്. ഇതിൽ തന്നെ സ്റ്റാർച്ചിൽ നമ്മൾ നെല്ല്, അരി, അതേപോലെ കപ്പ, പൂള അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഫ്രക്ടോസിൽ കുറേ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, ഓറഞ്ച്, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ആൻഡ് സുക്രോസിൽ എന്തൊക്കെയാണ് വരുന്നത്? നമ്മളുടെ കരിമ്പ് വരുന്നുണ്ട്. ഫാക്ട്സിൽ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ പിക്ചർ കാണാം, ഒരുപാട് പിക്ചേഴ്സ് കാണുന്നുണ്ട്. അതേപോലെ നമ്മൾ ടെക്സ്റ്റിലുള്ളതാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മൾ മുന്നേ ഇത് ഫസ്റ്റ് പാർട്ടിൽ നമ്മളിതിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തന്നെ നമ്മൾ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് നമുക്കിതിൽ തന്നതാണ്. അതായത് ഇതിൻ്റെ ഓരോ സെക്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലാന്റ്സിനെ നമ്മളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? അതെ. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡയറക്റ്റായിട്ട് നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ടെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ്സ് അങ്ങനെ പറിച്ച് നമ്മൾ കഴിക്കുക, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ്. പിന്നെ നമ്മൾ വേറെ വഴികളിലൂടെ നമ്മൾ പ്ലാന്റ്സിനെ കഴിക്കുന്നുണ്ട്, അപ്പോൾ അതെന്താണ്? ഇൻഡയറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൺസ്യൂമേഴ്സ് അല്ലേ? ആണ്. പ്ലാന്റ്സ് നമ്മൾ കൺസ്യൂമേഴ്സ് പ്ലാന്റ്സിനെ ഫുഡിനായിട്ടും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഗ്രാസ് തിന്നെങ്കിൽ പിന്നീട് നമ്മൾ ഹ്യൂമൻസ് ആ കൗവിനെ കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ പറഞ്ഞു വന്നത്, നമുക്കും ഫോട്ടോസിന്തസിസ് നടക്കുന്നതുകൊണ്ട് നമുക്കൊക്കെ ഉപകാരമുണ്ട്, ഇല്ലേ? ഉപകാരമുണ്ട് എന്നാണ്. പിന്നെന്താണ്? നമുക്ക് ഓക്സിജൻ കിട്ടും. നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ട് ഓക്സിജൻ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റബ്ബർ, അതേപോലെ തന്നെ കോഫി, ടീ, കോക്കനട്ട്, ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ്. ആൻഡ് മാൻഗ്രൂവ് ഗിഫ്റ്റ് ഫോർ നാച്ചർ. മാൻഗ്രൂവ് ഇത് കണ്ടിട്ടുണ്ടോ? നമ്മളുടെ കടലിൻ്റെയും
കടലിൻ്റെയും കരയുടെയും ഇടയിലായിട്ടാണ് ഇത് വരിക. നമുക്ക് ഒരുപാട് ഹെൽപ്പ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ മാംഗ്രോവ്സ്. ഇതിൽ തന്നെ 43 ടൈപ്പിൽ ഇതിനെ ഓരോ ഇതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളുടെ കരയുടെയും ഇതിൻ്റെയും ഇതിൽ നിൽക്കുന്ന കാരണം തന്നെ നമ്മളെ സുനാമിയിൽ നിന്നും നന്നായിട്ട് എന്ത് ചെയ്യും, രക്ഷപ്പെടുത്തും ഇത്. ആൻഡ് ദെൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് വളരെ എവിടെയാണ്, എന്താണ്, നമ്മളുടെ സോൾട്ട് വാട്ടറിലാണ്. ആൻഡ് ദെൻ ഈ ഒരു ചെടി നമുക്ക് ഒരുപാട് ഓക്സിജൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സിനെയും ഇതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് പറയാനുണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എക്കണോമിക് ഇമ്പോർട്ടൻസും ഉണ്ട്, എക്കോളജിക്കൽ ഇമ്പോർട്ടൻസും ഉണ്ട്. എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് ഇതോടുള്ളത് ഫുഡ്, അതേമാതിരി തന്നെ കുക്കിംഗ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ഓർഗാനിസംസിനൊക്കെ നമ്മളുടെ പ്ലാന്റ്സ് എന്താണ്, വലിയൊരു ഹെൽപ്ഫുള്ളാണ്. ഷെൽട്ടറിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും ഒരു വലിയ ഹെൽപ്ഫുള്ളാണ്. അത് ജസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ കണ്ടൻറ്റും നമ്മൾ ഈ ഒരു 3 പാർട്ടിലൂടെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദെൻ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.